ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം എന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വ്യക്തമാക്കുന്നത്. ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നത്. കുട്ടികളെ കുറ്റപ്പെടുത്താനാകില്ല. ശരിയായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും ഗവർണർ പറഞ്ഞു. ഗവർണർ പറഞ്ഞത് കേൾക്കാം. ഗുരുപൂജ ഈസ് അവർ കൾച്ചർ, and in that culture, if we try to forget our culture, we will forget ourselves. We will be nowhere in this world. These people should understand this. And that is the reason we cannot blame our children. If at all we want to blame ourselves. It is our mistake that we cannot give proper sanskar to our children. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ നടന്നിട്ടുണ്ട്. അതിൽ റിപ്പോർട്ട് തേടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു ഒരു ഭാഗത്ത്. അതിനിടെയാണ് ഗവർണർ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏത് പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഗവർണറുടെ ഈ ഒരു പ്രതികരണം നമുക്ക് അത്ഭുതമുളവാക്കുന്നതുമല്ല. തീർച്ചയായും അനുജ, എന്തായാലും സംസ്ഥാന സർക്കാർ ഈ ഗുരുപൂജയ്ക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാസർഗോഡ് നടന്ന ഈ ഗുരുപൂജയുടെ ഭാഗമായി അധ്യാപകരുടെ കാൽ കഴുകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്കൂളുകളോട് റിപ്പോർട്ട് തേടുന്ന സാഹചര്യം ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇതിനെതിരെ ഉന്നയിച്ചത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് ഈ ഗുരുപൂജയെയും കാൽ കഴുകലിനെയും അനുകൂലിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ബാലഗോകുലത്തിന്റെ 50-ാം വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബാലരാമപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ഗുരുപൂജയും കാൽകഴുകലും സംസ്കാരത്തിന്റെ, രാജ്യത്തിന്റെ തന്നെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന ഒന്നുമാണ്. അത് സംസ്കാരമല്ല എന്ന് പറയുന്നവരാണ് ഇതിനെയൊക്കെ തന്നെ തടഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മണ്ണിന്റെയും രാജ്യത്തിന്റെയും സംസ്കാരമാണത്. നമ്മളുടെ സംസ്കാരത്തെ മറന്നാൽ നമ്മളുടെ ആത്മാവിനെ മറക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. നമ്മുടെ കുട്ടികളെ നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല. ശരിയായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു സൂചനയും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒപ്പം ഇന്ന് അദ്ദേഹം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രണാമം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും താൻ മറുപടിയായി പറഞ്ഞു, താങ്കൾ പ്രണാമം എന്ന് എന്നോട് പറയുമ്പോൾ താങ്കൾക്ക് അതിൽ ഭയമില്ലേ, ഏതെങ്കിലും തരത്തിലുള്ള നടപടി താങ്കൾക്കെതിരെ എടുക്കില്ലേ സംസ്ഥാന സർക്കാർ എന്ന് സൂചിപ്പിച്ചു. ചിലപ്പോൾ ഈ സംസ്കാരത്തെ, അതായത് ഈ ഗുരുപൂജയൊക്കെ തന്നെ എതിർക്കുന്നവർ സംസ്കാരത്തെ എതിർക്കുന്നവരാണ്. ആ സംസ്കാരത്തെ എതിർക്കുന്നവർ ഈ പ്രണാമം എന്ന വാക്കിനെയും ചിലപ്പോൾ നിരോധിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആരോപണവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്തായാലും ഈ ഗുരുപൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ കൂടി ഒരു വിമർശനം എന്ന രീതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. അതാണിത്. ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഗുരുപൂജ എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. എന്നാൽ അത് RSS സംസ്കാരം എന്നതാണ് KSU പറയുന്നത്. ഗവർണറല്ല, ആര് പറഞ്ഞാലും ഈ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി സർക്കാർ നിയമ നടപടി സ്വീകരിക്കണം എന്നും അലോഷ്യസ് സേവ്യർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിലൊക്കെ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണോ KSU? തീർച്ചയായും ഈ ഗുരുപൂജ വിവാദത്തിൽ സർക്കാരിനൊപ്പം SFIയും ഒക്കെ സ്വീകരിക്കുന്ന അതേ നിലപാടിനൊപ്പമാണ് KSU. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് KSU കത്ത് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണറുടെ ഈ വിവാദത്തിലെ വിചിത്രവാദം. ആ വിചിത്രവാദത്തിന് എതിരെ ഇപ്പോൾ KSU രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവർണറല്ല, ആര് പറഞ്ഞാലും ഈ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് KSUവിന്റെ നിലപാട്. വിദ്യാർത്ഥികളെ പാദപൂജയ്ക്ക് നിർബന്ധിതരാക്കിയ സംഭവം ഭാരത സംസ്കാരമല്ല, അത് RSS സംസ്കാരമാണ് എന്നും ഗവർണർക്ക് മറുപടിയായി അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഗവർണറല്ല, ആര് പറഞ്ഞാലും ഈ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണം. ഇത് സാക്ഷര കേരളത്തിന് അപമാനകരമായ സംഭവമാണ്. ഒരു വിദ്യാർത്ഥിക്ക് തന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് സമാനമാണ് ഈ പ്രവൃത്തിയെന്നും KSU പറയുന്നു. അനുജ, KSUവിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് പാദപൂജയിലുള്ള നിലപാടാണ് ഇപ്പോൾ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത്. ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് KSU നിലപാട്.